ഇസ്ലാം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് യുവ പണ്ഡിതനും പ്രഭാഷകനുമായ സഫ്വാൻ ബറാമി അൽ ഹിക്കമി നിങ്ങളെ അഭിസംബോധനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ, അടുത്തു നിന്നും അകലെ നിന്നും ഓൺലൈനിൽ നിന്നുമൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങൾ, ഇവിടെ സൂചിപ്പിച്ച സംസാരത്തിൽ കാലം മാറി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന അപജയങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ബഹുമാന്യനായ ശിയാബടക്കര സൂചിപ്പിച്ചു. വളരെ കാലം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ വിപത്തായി കണ്ട, വലിയ തിന്മയായി കണ്ട, അധാർമികതയായി കണ്ട കാര്യങ്ങൾ ഇപ്പോൾ അത് വളരെ സാധാരണമായ കാര്യങ്ങളായി മാറിയിരിക്കുന്നു. കേൾക്കുമ്പോൾ നമുക്കൊരു അലോസരവുമില്ലാത്ത, ഞെട്ടലുകളില്ലാത്ത സാധാരണ സംഭവങ്ങളായി മാറിയിരിക്കുന്നു. ലഹരി അതിൻ്റെ പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലുമാണ് ഇന്ന് ജനങ്ങളുടെ അരികിലേക്ക്, ഏറ്റവും സവിശേഷമായി വിദ്യാർത്ഥികളിലേക്കും യുവാക്കളുടെയും അരികിലേക്കൊക്കെ എത്തുന്നത്. അത് ഉപയോഗിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്ന, അതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന, ജീവിതത്തിൻ്റെ ഒരു അടിച്ചുപൊളിക്കും ആസ്വാദനത്തിനും അതൊക്കെ വേണമെന്ന് അതൊരു സൈദ്ധാന്തികമായി തന്നെ വാദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രീതി ഇന്നുണ്ട്. പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ചും ബന്ധങ്ങളുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിവാഹത്തിൻ്റെയും വിവാഹേതര ബന്ധത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടുകൾക്ക് ഇന്ന് വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാത്തു സൂക്ഷിച്ചു വരുന്ന കുടുംബ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾക്കുള്ളിൽ നിന്ന് ബാധ്യതകളും അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന, ബോധിപ്പിക്കുന്ന, അതൊക്കെ പരസ്പരം നിർവഹിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു കുടുംബ സംവിധാനത്തിന്റെ കാഴ്ചപ്പാട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി എന്ന് മാത്രമല്ല, അത് ഒരു ആദർശമായി പറയുകയും അതിലൊരു വൃത്തികേട് തോന്നാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നൊരു പൊതുബോധം എത്തിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിച്ച ഒരു സംസാരത്തിന്റെ ആദ്യ ഭാഗത്തുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു സംശയവും അതിശയോക്തിയും ഒക്കെ തോന്നും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടോ? ആരാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ പറയുമോ? അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഈ പറയുന്ന വിപത്തുകളിൽ, തിന്മകളിലൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മളെ വിദ്യാർത്ഥിനികളൊക്കെ എത്തി നിൽക്കുന്ന നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സാങ്കേതിക വിദ്യ അനുവദിക്കുമെങ്കിൽ ഒരു വീഡിയോ നമുക്ക് കാണാം. സൗണ്ട് മനസ്സിലാക്കാലോ. കുറച്ചുകൂടെ ഒരു മിനിറ്റ് ഫ്രീ ആയിരിക്കും. ഇത് നമ്മുടെ കോളേജിലെ കുട്ടികളോട് ഒരു യൂട്യൂബർ ചെന്നിങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് കുട്ടികൾ കൊടുക്കുന്ന ഒരു മറുപടിയാണ്, ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് കുട്ടികളോട് ചോദിക്കുന്നത്. ഒരു പക്ഷെ അത് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് കഴിയുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ക്യാമ്പസിൽ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത്. നമ്മുടെ തട്ടമിട്ട പെൺകുട്ടികളാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അഥവാ നമ്മുടെ കാഴ്ചപ്പാടിൽ നോക്കൂ, വിവാഹം കഴിക്കാതെ ഒരാണും പെണ്ണും അവർ പ്രേമൊന്നുമല്ല, അതൊക്കെ കഴിഞ്ഞ് ഒന്നിച്ച് പാർട്ട്ണർമാരായി, പങ്കാളികളായി ജീവിക്കുന്നു. വിവാഹം കഴിച്ചിട്ടില്ല, നിക്കാഹൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തട്ടമിട്ട നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ, ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ട്? കുറച്ചുകൂടി രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മാരേജ് ആകുമ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാമല്ലോ. ലിവിങ് ടുഗദർ ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും, ഫ്രീ മൈൻഡ് ആയിരിക്കും. മാരേജിനെ പോകണമെങ്കിൽ മാരേജ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു പിടിച്ചു കെട്ടൽ പോണൊക്കെ ഉണ്ടെന്ന്. ഇല്ല, വീട്ടിൽ സമ്മതിക്കില്ല. അപ്പൊ ഈ കുട്ടികൾ വളരെ നെവർ മൈൻഡായി, വളരെ കൂളായിട്ട് കുട്ടികൾ പറയാണ്, നമുക്ക് കുറച്ചുകൂടെ താല്പര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാവുക, അത് വിവാഹമൊക്കെ കഴിച്ചു പോയാൽ ചിലപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിൽ ബാധ്യതകളുണ്ട്, അവകാശങ്ങളൊക്കെ നിർവഹിക്കാനുണ്ട്. അതൊന്നുമില്ലാതെ ഒരു ലിവിങ് ടുഗദർ ആയി, പരസ്പര പങ്കാളികളായി, വിവാഹബന്ധമൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾക്ക് നല്ലതായി തോന്നുന്നത് എന്ന് നമ്മുടെ വിദ്യാർത്ഥിനികൾ പറയാണ്.
ഇസ്ലാം വ്യഭിചാരം എന്ന് പഠിപ്പിച്ച ഏറ്റവും മോശപ്പെട്ട കർമ്മത്തെയാണ്, അതൊരു കുഴപ്പമില്ലാത്ത സംഗതിയായി നമ്മുടെ വിദ്യാർത്ഥിനികൾ കാണുന്നത്. ഇതൊരു വളരെ നമുക്ക് ഇതിന്റെ ഒരു എത്തി നിൽക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതാണ്. ഇനി നമ്മുടെ വിദ്യാർത്ഥികളോട് ലഹരിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കഞ്ചാവൊക്കെ നിയമപരമായി സാധുതയുള്ള നിയമത്തിന്റെ പരിരക്ഷ കൊടുത്ത് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ നമ്മൾ നോക്കൂ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്? അവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ പറയാനും ഇങ്ങനെ ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാനും ഇതൊക്കെ ആദർശമായി പറയാനും അവരെവിടെ നിന്നാണ് അതിന്റെ സ്വാധീനങ്ങൾ അവർക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പഠനങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ വെച്ച് രണ്ട് സാധ്യതകൾ നമുക്ക് പറയാം. ഒരുപാട് കാരണങ്ങൾ, അതിൽ നമുക്ക് രണ്ട് കാരണങ്ങൾ ഇവിടെ പരിശോധിക്കാം. ഒന്ന് സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ കാണുന്ന റീൽസായി കാണുന്ന സംഗതികൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, അതിൽ സിനിമയും, ഇങ്ങനെ സിനിമയും സോഷ്യൽ മീഡിയയും ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു പൊതുബോധമാണ് കുട്ടികൾ അങ്ങനെ പറയുന്നത്, അവരങ്ങനെ പ്രതികരിക്കുന്നത്. അവർ കാണുന്ന റീൽസ്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെയായി സമയം ചെലവഴിക്കുന്ന നമ്മുടെ കുട്ടികൾ, യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥികൾ, അവരാലോചിക്കുകയും കാണുകയും ചെയ്യുന്നത് ഹീറോ പരിവേഷത്തോടുകൂടെ അവരുടെ മുന്നിൽ അഭിനയിച്ച് തിമിർക്കുന്ന വലിയ നടന്മാർ, അവർ കാണിച്ചു കൊടുക്കുന്ന ധാർമ്മികത, അവരുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനമാണ് അവർ ഈ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ തിന്മ വളരെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്, വളരെ സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. വലിയ വലിയ തിന്മകൾ പോലും കുഴപ്പമല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ആളുകളെ മനസ്സെത്തിക്കുകയാണ്. ഇത് രണ്ടിന്റെയും ഒരു മാധ്യമത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന ഇതിന്റെ ഒരു പിന്നാമ്പുറത്തേക്ക് നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ കുട്ടികൾ എല്ലാം ആഘോഷിക്കുകയാണ്, ഇപ്പം എല്ലാം ആഘോഷിക്കുകയാണ്. അവരുടെ ജന്മദിനം എന്ന് പറയുന്നതും അവരുടെ ക്യാമ്പസിലേക്ക്, കോളേജിലേക്ക് പോകുന്ന ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന അതിന്റെ ചെയിനായി വരുന്ന ആഘോഷങ്ങൾ, ഇനി പിന്നെ അത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി ഗർഭിണിയായാൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ എവിടെ നിന്നുണ്ടാകുന്നതാണ്? ഇതൊക്കെ സോഷ്യൽ മീഡിയ അവരുടെ മുന്നിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വലിയ സുന്ദരമായ ജീവിതത്തിന്റെ നിമിഷങ്ങളാണ്. ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കുകയാണ്. അവിടെ ലജ്ജയില്ല, കുറവില്ല, ആദർശമില്ല, അതുപോലെ തന്നെ സഭ്യതയില്ല, മാന്യതയില്ല, മര്യാദയില്ല. ഇതൊക്കെ പിന്നെ തട്ടിത്തെറിപ്പിച്ച് ഇതിനൊക്കെ അപ്പുറത്ത് പൊതുബോധം, അവർ കാണുന്ന, അവർ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകം അവർക്ക് മുന്നിൽ വെച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് യഥാർത്ഥത്തിൽ അടിപൊളി ജീവിതമെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ, അത് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. 423 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഗായികയുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ ആലോചിക്കും, നമ്മുടെ ഒരു പിന്നെ ഈ ദ്വീപ് പോലെ എത്ര ദ്വീപ് സമൂഹത്തിലെ ആളുകൾ ഒരുമിച്ച് കൂടിയാലാണ് 423 മില്യൺ ജനങ്ങൾ ഉണ്ടാവുക? ആ 423 മില്യൺ ജനങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു ഗായിക, അവർ ഈ അടുത്ത് മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞു, ഞാൻ പുതിയ സമൂഹത്തിന്, പുതിയ തലമുറക്ക് ഒരു സന്ദേശം കൊടുക്കുന്നത്, ഒരു ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയകൾ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുക. മനസ്സിലാക്കണം, 423 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഗായിക പറയുന്നു, എന്റെ പൊതുസമൂഹത്തോടുള്ള, അല്ലെങ്കിൽ യുവാക്കളോട്, യുവതികളോടുള്ള എന്റെ ഉപദേശം, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കണം എന്നതാണ്. കാരണം ഇത് 90% ഫേക്കാണ്. ഇല്ലാത്തത് കാണിക്കുകയാണ്. ഇല്ലാത്ത സന്തോഷമുണ്ട് എന്ന് കാണിച്ച് പോസ്റ്റ് ചെയ്യുന്നു. വസ്ത്രം ധരിക്കുന്നത് ഇതൊക്കെയാണ് ആളുകൾക്ക് നല്ലത്, ഗുണകരമായത്, ഇതൊക്കെയാണ് ഫാഷൻ എന്ന് അവർക്ക് ഇഷ്ടമില്ലെങ്കിലും ധരിക്കുന്നു. എന്നിട്ട് ആളുകളെ കാണിക്കുന്നു. അങ്ങനെ ഒരു ഫേക്കായ ജീവിതം നയിക്കുന്നു. ഈ ഫേക്കായ ജീവിതം നയിക്കുന്നത്, അത് കാണുന്ന, ഷെയർ ചെയ്യപ്പെടുന്ന ആളുകൾ, നമ്മൾ വിചാരിക്കുന്നു, യുവാക്കൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ വിചാരിക്കുന്നു, ഇതൊക്കെയാണ് പുരോഗമനം എന്ന് മനസ്സിലാക്കി നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറുക്കനുണ്ടായിരുന്നു, ഒരു യുവാവ്, നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു യുവാവ്, തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഒരു ചെക്കൻ. അസഭ്യം മാത്രം പറയുന്ന, അത് അലങ്കാരമായി പറഞ്ഞെടുക്കുന്ന ഒരു യുവാവ്. അവൻ വളരെ വലിയ സ്വീകാര്യത ലഭിച്ചു. അവസാനം അവൻ അനുഭവിക്കുന്ന ആത്മസംഘർഷത്തെ കുറിച്ച് അവൻ തന്നെ വീഡിയോ ചെയ്ത് ഇതൊക്കെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോ നമുക്ക് കാണാം. ഞാൻ ട്രൈ ചെയ്യാത്ത വഴികളില്ല. നിങ്ങളെ മുന്നിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ മൈൻഡ് പറഞ്ഞ ഓക്കെ ഹാപ്പി ആയിട്ടാണ് ഓരോ തവണ ഞാൻ ലൈവ് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഹാപ്പി ആയിട്ടല്ല, ഞാൻ ഓരോ തവണ എങ്ങനെയല്ലോ എന്റെ മൈൻഡിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു മറ പിടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓരോ തവണയും നിങ്ങളരികിലേക്ക് ലൈവ് വരുന്ന സമയത്ത് എൻ്റെ സങ്കടങ്ങളും എൻ്റെ ഡിപ്രഷനും എൻ്റെ സംഘർഷമൊക്കെ മറപിടിച്ച് ഒരു സന്തോഷം അഭിനയിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവ് വരുന്നത്. എന്നിട്ട് അവൻ കാണിക്കുന്ന കോപ്രായങ്ങൾ, അവൻ കാണിക്കുന്ന പിന്നെ സംഗതികളൊക്കെയാണ് അത് ട്രെൻഡാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയ, നമ്മൾ അനുകരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ അവസ്ഥ.
എന്നിട്ട് ഇവിടെ നടക്കുന്ന ചർച്ചകളും അവിടെ പങ്കുവെക്കപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ കുട്ടികൾ വിചാരിക്കുകയാണ് ഇങ്ങനൊക്കെ പറഞ്ഞാലാണ് പുരോഗമനമാവുക, ഇങ്ങനൊക്കെ പറഞ്ഞാലാണ് നമ്മൾ പുതിയ കാലത്തിന്റെ ആളുകളാവുക എന്ന് മനസ്സിലാക്കി പ്രതികരിക്കുകയാണ്. ഇനി നോക്കൂ, നമ്മൾ രണ്ടാമത്തൊരു ആളുകൾ കുട്ടികളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു മാധ്യമമാണ് സിനിമ. ഈ സിനിമയെ കുറിച്ച് നമ്മുടെ ആളുകൾ അടക്കം അറിയുന്ന ഒരു വാചകം എന്താ, കമന്റ് എന്താണ്? അതൊരു എന്റർടൈൻമെന്റ് ആണെന്നാണ്. സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണ്. അതിങ്ങനെ കണ്ടും കാണുമ്പോൾ ചിരിക്കാനും അത് കഴിഞ്ഞാൽ മറക്കാനും ഒക്കെയുള്ള ഒരു സമയം കൊല്ലിയായി വളരെ രസമായി കണ്ടുപോകേണ്ട ഒന്നാണ് എന്നാണ് സിനിമയെ കുറിച്ച് നമ്മുടെ ഒക്കെ ഒരു ധാരണ. എന്നാൽ സിനിമ നിർമ്മിക്കുന്നവർ മനസ്സിൽ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അവരുടെ നിയ്യത്ത്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ നിയ്യത്ത് നമ്മളെ ചിരിപ്പിക്കൽ മാത്രമല്ല, അവരുടെ നിയ്യത്ത് എന്താണ് എന്ന് കേരളത്തിൽ വളരെ ആഘോഷിക്കപ്പെട്ട, സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമ സംവിധായകൻ അദ്ദേഹത്തിന് ഒരു സിനിമയുടെ ശേഷം കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ പറയാണ്, അദ്ദേഹത്തിന് സിനിമ എങ്ങനെയാണ് ആളുകൾക്കിടയിൽ മാറ്റം ഉണ്ടാക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം ഒന്ന് പങ്കുവെക്കുന്നത് കേട്ടു. ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്രയും സന്തോഷിക്കും. എന്റെ ഈ സിനിമ കണ്ട് ഒരു 10 ഡൈവോഴ്സ് എങ്കിലും കൂടുതൽ നടന്നാൽ ഞാൻ അത്ര സന്തുഷ്ടനാണെന്ന്. ഇനി ഇതുപോലെ ചെയിനായി കേരളത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളുടെ, അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട, ആഘോഷിക്കപ്പെട്ട സിനിമകളുടെ സംവിധായകന്മാർ പറഞ്ഞു വെച്ച വാചകങ്ങൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. നമ്മൾ എത്ര പേടിയോടുകൂടെയാണ് വിവാഹത്തിന് ശേഷം നടക്കുന്ന ഒരു വിവാഹമോചനത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്, അത് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന സ്വസ്ഥതക്കേടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ സിനിമ നിർമ്മിച്ച് അത് ആസ്വാദനത്തിനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നവർ പറയുന്നു, എന്റെ സിനിമ കണ്ടൊരു 10 ഡൈവോഴ്സ് കൂടുതൽ കേരളത്തിൽ നടന്നാൽ ഞാൻ ഹാപ്പിയാണ്. കുടുംബത്തിൽ ചിത്രതയുണ്ടാക്കി അവിടെ വേർപിരിയലുകൾ ഉണ്ടാക്കുന്നത് സന്തോഷിക്കാൻ, അത് അജണ്ടയായി കണ്ട് സിനിമ നിർമ്മിക്കുന്നവരാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ അബോർഷൻ, അത് വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നിരുന്നു. ഗർഭസ്ഥ അവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞിനെ വധിച്ചു കളയുക എന്ന കൊലപാതകം, വളരെ ഹീനമായ വൃത്തി. മക്കയിലെ മുശ്രിക്കുകൾ ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നെങ്കിൽ ജനിക്കാൻ പോലും അവകാശം കൊടുക്കാതെ കൊന്നുകളയുന്ന ഭ്രൂണഹത്യ, അബോർഷനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞത് അതൊരു കോഴിമുട്ടയെ പോലെയുള്ളൂ. കോഴിമുട്ടക്കുള്ളിൽ ജീവനുണ്ടല്ലോ, നമ്മൾ അത് ശ്രദ്ധിക്കാതെയാണ്, അല്ലെങ്കിൽ അത് കാര്യമാക്കാതെയാണ് ഒരു കോഴിമുട്ട പൊളിച്ച് അത് ബുൾസയും ഓംപ്ലേറ്റും ആക്കുന്നത് എന്ന ലാഘവോക്തിയോടുകൂടെയാണ് അബോർഷനെ കുറിച്ച് സിനിമ ചെയ്ത ഒരു സംവിധായകൻ ഈ അടുത്ത് പങ്കുവെച്ച അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അജണ്ട. അപ്പൊ നോക്കൂ, ഇങ്ങനത്തെ അജണ്ടകൾ മനസ്സിൽ വെച്ച് പുറത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ സിനിമ എക്സിബിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ അനുകരിക്കുകയാണ്. നമ്മളൊരു വീട്ടിലെ ഒരു സിനിമ കാണുന്ന രംഗത്തെ നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ വൃത്തികെട്ട വ്യഭിചാരത്തിന്റെ ഒരു റേപ്പ് സീൻ, ഒരു ബലാത്സംഗ രംഗം കടന്നു വന്നു എന്ന് വിചാരിക്കുക. അത് ആ സിനിമയിലെ നായകന്റെ ഏറ്റവും വീരനായക പരിവേഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ആ നടക്കുന്ന വൃത്തികേടിനെ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാണ് ചെയ്യുന്നത്. ഒരു വ്യഭിചാരത്തിന്റെ അല്ലെങ്കിൽ ഒരു ബലാത്സംഗത്തിന്റെ സീന് പോലും രംഗത്തിന്റെയും ചിത്രീകരണത്തിന്റെയും സാധ്യതക്കനുസരിച്ച് കുടുംബം ഒന്നാകെ ആസ്വദിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇതുപോലെ നോർമലൈസ് ചെയ്ത് സാമാന്യവൽക്കരിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കാണ്, ആണും പെണ്ണും അങ്ങനെ ഒന്നിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് നമ്മുടെ കുട്ടികൾ ചോദിക്കാണ്. അത് സാമാന്യവൽക്കരണത്തിന്റെ ബാക്കി പത്രമാണ്. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നു എന്ന് കരുതി എന്താണ് സംഭവിക്കുക? എന്താണ് കുഴപ്പം? എന്റെ സഹപാഠിയാണ്, എന്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ എന്റെ കുടുംബമാണ് എന്നൊക്കെ ന്യായീകരണം പറഞ്ഞ് ഒരാണും പെണ്ണും അങ്ങനെ ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞൊന്നും വീഴില്ല എന്ന് പറയുന്നത്, അങ്ങനെ പറയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഈ പറയുന്ന നായകന്മാരാണല്ലോ. അല്ലെങ്കിൽ ഈ സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാറുകളായി നമ്മൾ കണക്കാക്കുന്ന ആളുകൾ, അവർ പങ്കുവെച്ച, അവർ കൈമാറിയ ഒരു സന്ദേശമാണല്ലോ. അല്ല, കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായി. ആ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വന്നൊരു ന്യൂസ് റിപ്പോർട്ട്, അതിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗം നമുക്കൊന്ന് ഇങ്ങനെ കേൾക്കാം. എത്ര ഗൗരവമുള്ള, എത്ര ഗുരുതരമായ ആരോപണമാണ് മലയാള സിനിമ നേരിടുന്നത്. വാതിലിൽ മുട്ടുന്നത് പതിവ് ആണ്, അതൊരു പുതുമയല്ല എന്നാണ് കമ്മിറ്റി പറയുന്നത്. വാതിൽ തകരുമോ എന്ന് നടിമാർ ഭയപ്പെട്ടു എന്ന് അവർ മൊഴി നൽകുന്നു. ഓർക്കണം, ഇത് മലയാള സിനിമയിലെ വനിതാ താരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിച്ച കമ്മിറ്റി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലെ ശുപാർശയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നതാണ്. പേര് സൂചിപ്പിക്കാതെ ഈ മൊഴി. വാതിലിൽ മുട്ടുന്നത് പതിവാണ്. വാതിൽ തകരുമോ എന്ന് വെച്ചാൽ വാതിൽ തകർത്ത് അകത്ത് കടക്കും. അഥവാ സിനിമാ നടികളും സിനിമാ നടന്മാരും ഒക്കെ അവർ നമ്മളോട് പറയെന്താ, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല, ഇത് എൻജോയ് ചെയ്യണം, അത് കാണുന്ന ആളുകളുടെ പ്രശ്നമാണ്.
കാണുന്ന ആളുകളുടെ പ്രശ്നമാണ്. അല്ലാതെ ഒരാണും പെണ്ണും ഒരുമിച്ച് പോയാൽ കാണുന്ന ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതിന്റെ പ്രശ്നമാണ്, അല്ലാതെ ഒരുമിച്ച് പോയാൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഏത് രാത്രിയും പകലും ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ ധരിച്ചു പോകണം എന്ന് സിനിമയിലൂടെ പറഞ്ഞ് അത് വലിയ നിലപാടായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ അവരിപ്പോ കരയാണ്. എന്താ കരയുന്നത്? ആണുങ്ങളായ ആളുകൾ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വാതിൽ വന്ന് മുട്ടി എന്ന് പറഞ്ഞ് കരയാ. എന്നിട്ട് അത് വലിയ പ്രശ്നമായി. നമ്മുടെ ഗവൺമെന്റ് നമ്മളൊക്കെ നികുതി പണം കൊടുക്കുന്ന പണം കൊണ്ട് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് പഠിച്ച് അവരൊരു പരിഹാരവും ആ പ്രശ്നത്തിന്റെ അപഗ്രഥനവും ഒക്കെ നടത്തി ഗവൺമെന്റിന്റെ മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ വാർത്തയിൽ കടന്നു പോയതാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാണ്. 3 അംഗ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ 3 അംഗ കമ്മിറ്റിയിൽ ഒരാൾ മാത്രമാണ് സിനിമയുമായി ബന്ധപ്പെട്ടൊരു നടി ഉണ്ടായിരുന്നത്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഒരു നടി, സിനിമയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു കാരണം എന്താണ് എന്നതിനെ കുറിച്ച് അവർ നടത്തിയ ഒരു അപഗ്രഥനം എന്താണെന്നറിയോ? അവർ പറയാണ് 2 പ്രശ്നങ്ങൾ അവർ പറഞ്ഞു. ഒന്നാമത്തത്, പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ആളുകളുടെ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ മാറി. വസ്ത്രം നീളം കുറഞ്ഞു, മറക്കേണ്ട ഭാഗങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അത് പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ വാചകമായി പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതോ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലോ ഒരു ഖുർആൻ ക്ലാസ്സിലിട്ടൊരു മൗലവി പറയുന്ന വാചകമാണെന്ന്. അല്ല, സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിച്ച് അതിന്റെ പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരാൾ പറഞ്ഞു വെക്കാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു കാരണം എന്താണ്. അതിന്റെ ഒരു കാരണം അത് പെൺകുട്ടികൾ, ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ അവരുടെ വസ്ത്രം കയറിയതിന്റെയും പുറത്ത് കാണിക്കാൻ പാടില്ലാത്തത് പുറത്ത് കാണിച്ചതിന്റെയും മറക്കേണ്ടത് മറക്കാതിരിക്കുകയും ചെയ്തതിന്റെ പ്രശ്നമാണ്. രണ്ടാമതൊരു പ്രശ്നത്തെ കുറിച്ച് അവർ നടത്തിയ വിശകലനം, അത് ആൺപെൺ സൗഹൃദങ്ങൾ ധാരാളമായി വർദ്ധിച്ചു. പണ്ടത്തെ പോലെയല്ല, അപ്പുണ്ടായ പ്രശ്നമാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഇത് ഈ സിനിമ കാണുന്ന നമ്മുടെ കുട്ടികൾ ചോദിക്കുകയാണ്, ആണ് പെണ്ണ് ഒന്നിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം, എന്താണ് പ്രശ്നം? വസ്ത്രം ഒന്ന് കയറിയാൽ അതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമല്ലേ? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് എന്തിനാണ് നമ്മൾ തടസ്സപ്പെടുന്നത് എന്ന് ചോദിക്കാൻ നമ്മളെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നവർ അവരൊരു മറക്ക് പുറത്ത് അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവർ പറയാണ് അവരുടെ ജീവിതത്തിൽ ഇത്ര വൃത്തികെട്ട അന്തരീക്ഷം ഉണ്ടാക്കിയത് കയറിയ വസ്ത്രവും പുറത്ത് കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചു നടക്കുന്ന വസ്ത്രധാരണവും ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്ന്. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊന്ന് പുനരാലോചന നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വലാ യഖ്ലു അന്ന റജുലു ബിംറഅത്തിൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. എങ്ങനെയല്ലാതെ ഇവർ രണ്ടാളും, ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രമായാൽ മൂന്നാമത്തെ ആളായി പിശാചിന്റെയും കൂടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാലം മുമ്പ് പഠിപ്പിച്ചു. അത് ധാർമ്മികതയാണ്. ആ ധാർമ്മികത വേണ്ട എന്ന് പറഞ്ഞ് പുരോഗമിക്കാൻ ശ്രമിച്ചവർ ഇന്ന് കേരളത്തിലെ അറിയപ്പെട്ട ഒരു നടി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയാണ്, ഒരു പെൺകുട്ടിയും അവരുടെ സംവിധായകരെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിർമ്മാതാക്കന്മാരെ കാണാൻ പോകുമ്പോൾ ഒറ്റക്ക് പോകാൻ പാടില്ല എന്നത് നിയമമാക്കി കൊണ്ടുവരണം. അതന്നെയാണ് ഇസ്ലാമും പറഞ്ഞത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായി അവരുടെ ബന്ധമുള്ളവരാണെങ്കിൽ പോലും, ചിലപ്പോൾ കുടുംബ ബന്ധമൊക്കെ ഉണ്ടാകാം, ആ കുടുംബ ബന്ധമുള്ളവരാണെങ്കിൽ പോലും മഹറമിന്റെ പരിധിയിലുള്ളവർ ഒന്നിച്ചിരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പിന്നിൽ ആണിനെയും പെണ്ണിനെയും അവരുടെ ചിന്താശേഷിയെയും അവരുടെ ആസ്വാദനങ്ങളെയും സൃഷ്ടിച്ച റബ്ബിന് ചില ഹിക്മത്തുകളുണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തണമെന്ന് വാദിച്ച് നമ്മൾ കൊണ്ടുവന്ന പുരോഗമനമാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. പുരുഷന്മാരുടെ കണ്ണ് താഴ്ത്താനും ഇസ്ലാം പറഞ്ഞു. എത്താവുന്ന എല്ലാ മാർഗങ്ങളെയും തടഞ്ഞു വെച്ചുകൊണ്ട് ഇസ്ലാം ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. നോക്കൂ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു, ഇതാണ് ഇതിന്റെ ഒരു നിജസ്ഥിതി എങ്കിൽ ഒരു ഭാഗമെങ്കിലും. മറുഭാഗത്ത് എന്താന്ന് വെച്ചാൽ, നമ്മളോട് നേർക്ക് നേരെ വന്ന് ദൈവമില്ല എന്ന് പറഞ്ഞാൽ, മതം വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസി അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്ന, വസ്ത്രധാരണവും മറ്റു ഇടപാടുകളുമെല്ലാം ഇസ്ലാമിന് അനുസൃതമായി ചെയ്യുന്ന ഒരു വ്യക്തിയോട് വന്നിട്ട് ഒരാൾ പറയാണ് ദൈവമില്ല എന്ന് പറഞ്ഞാൽ, ഇസ്ലാമൊന്നുമില്ല മതമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, അത് ആദ്യത്തെ തവണ നമ്മൾ എല്ലാവരും റിജക്ട് ചെയ്യും. അത് തെറ്റാണ് നമ്മളൊക്കെ പറയും. അപ്പൊ പിന്നെ ഇത്തരം ആളുകൾ എടുക്കുന്ന ഒരു സമീപനമാണ് നമ്മളോട് ദൈവമില്ല എന്ന് പറയുന്നതിന് പകരം, മതം തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം, മതത്തിലുള്ള ചിലതൊക്കെ പ്രശ്നമാണ് എന്ന് പറയും. ചിലതൊക്കെ പ്രശ്നമാണ്. മതത്തിന് വലിയ മാനവിക മൂല്യങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ മതത്തിന്റെ ചില നിയമങ്ങളിലേക്ക് വരുമ്പോൾ അത് ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറയും. അതുപോലെ തന്നെ മതം എവിടെയുണ്ടോ അവിടെയൊക്കെ കലാപങ്ങളാണ് എന്ന് നമ്മളോട് പറയും. അതുപോലെ തന്നെ മതനിയമം അനുസരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറയും, വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറയും. ഇതിങ്ങനെ ഞാൻ വെറുതെ ആദ്യത്തെ 3 കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടെന്ന് മാത്രം. ഇതുപോലെ നമുക്ക് ആദ്യം കേട്ടാൽ ശരിയാണല്ലോ എന്ന് തോന്നുന്ന
എന്നാൽ വളരെ വിഷവിരുദ്ധമായ കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പൊ നമ്മൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നും, ശരിയാണല്ലോ, ഇതിലൊക്കെ കുറച്ചൊക്കെ പുരോഗമനം വേണം, മതം കുറച്ചൊക്കെ തിരുത്തണം എന്ന് നമുക്ക് തോന്നും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതിലൊന്നാണ് ആണും പെണ്ണും തമ്മിൽ പിന്നെ എന്താ പറയാ, ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയല്ലോ. ആണും പെണ്ണൊക്കെ ഒരുപോലെയാകണം. എന്താ ആണിനൊരു നിയമം, പെണ്ണിനൊരു നിയമം? ആണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രധാരണത്തിന്റെ നിയമമല്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പൊ അതൊരു വലിയ വ്യത്യാസമല്ലേ? അതൊരു വലിയ പിന്നെ രണ്ടുപേരും തമ്മിൽ നടത്തുന്ന വിവേചനമല്ലേ? ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആണ് പെണ്ണെന്നൊക്കെ പറഞ്ഞ് വിവേചനം പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് വരും. അപ്പോ അതിന് നമ്മുടെ മുന്നിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കൾ, ആണും പെണ്ണുമായി ഒരു ഉപ്പക്കും ഉമ്മക്കും 2 മക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഉപ്പയും ഉമ്മയും ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അവരുടെ സ്വത്ത് മൊത്തം ഓഹരി വെക്കുമ്പോൾ ആൺകുട്ടിക്ക് 2ഉം പെൺകുട്ടിക്ക് 1ഉം കിട്ടും. ഇതെന്ത് നീതിയാണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, മതം അതിലൊക്കെ കുറച്ച് പുരോഗമിക്കാനുണ്ട് എന്ന് നമുക്ക് തോന്നും. അവിടെ നമ്മുടെ ആ പോയിന്റിനോട് നമ്മൾ പിന്നെ അംഗീകരിക്കും. ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ തോന്നാവുന്ന ചില കാര്യങ്ങൾ മാത്രം എടുത്ത് നമ്മുടെ മുന്നിലിട്ട് മതത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളോട് തോന്നിപ്പിക്കും. എന്നിട്ട് മതം ഇങ്ങനെ നേർമയാക്കി കൊണ്ടുവരും. നിങ്ങൾ തട്ടൊന്നും ഊരിയിടണ്ട, തട്ടത്തിന്റെ കുറച്ചു ഭാഗമൊക്കെ ഇട്ട് നിങ്ങൾ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ പ്രകടമാക്കി എന്ന് പറയും. കുറച്ചൊക്കെ സ്വന്തം കാലിൽ നിന്ന് സ്വന്തം അധ്വാനിച്ച് സ്വന്തം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് സ്ത്രീകളോട് പറയും. പുരുഷന്മാരോട് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ലിബറൽ ആകണം, കുറച്ചൊക്കെ ഒന്ന് പിന്നെ നിങ്ങൾ എന്താകണം, പുരോഗമിക്കണം എന്ന് നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്കത് ശരിയല്ലേ എന്ന് തോന്നും. ഇത് വളരെ പൊള്ളയായ കാര്യങ്ങളാണ് ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു 3 പോയിന്റുകൾ എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. അവർ നടത്തുന്ന വിമർശനവും ആ വിമർശനത്തിന്റെ സത്യസന്ധതയും അതിന്റെ നിജസ്ഥിതിയും എന്താണ് എന്ന് മാത്രം നമുക്ക് നോക്കാം. ഒന്നവർ പറയാ ശാസ്ത്രത്തിനെതിരാണെന്ന്. ശാസ്ത്രത്തിനെതിരാണ് അല്ലെ? ഇസ്ലാമും മത നിയമങ്ങളൊക്കെ പലതും ശാസ്ത്രത്തിനെതിരാണ് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ശാസ്ത്രത്തിന് അനുയോജിക്കുന്ന അല്ലെങ്കിൽ യോജിക്കുന്ന കുറെ റിപ്പോർട്ടുകൾ, പഠനങ്ങൾ വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ മുസ്ലിങ്ങളല്ലാത്തവർ നടത്തിയ ശാസ്ത്ര പഠനങ്ങൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്താലോ? അപ്പൊ അതിനെ നിഷേധിക്കുകയും ചെയ്യും. ഇവർക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിനോടും കൂറില്ല, അവർ പഠിക്കുന്നതിനോടും കൂറില്ല, മറിച്ച് മതത്തിനോടുള്ള അന്ധമായ വെറുപ്പാണ് അവരെങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒറ്റൊരു കാര്യം മാത്രം എക്സാമ്പിൾ, ഒരു സാമ്പിളായി നമുക്ക് നോക്കാം. എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തനായ ഒരു പിന്നെ നാസ്തികനുണ്ട്. ആളുകളോട് ഇങ്ങനെ മതം ഒഴിവാക്കൂ, മനുഷ്യരാക്കൂ എന്ന് പ്രസംഗിക്കുന്ന, വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിലൊക്കെ അല്പം സ്വാധീനത്വം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അയാള് എൻഡോസൾഫാനെ കുറിച്ചൊരു ക്ലാസ് നടത്തുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എൻഡോസൾഫാൻ. കാസർഗോഡ് ഭാഗത്തൊക്കെ ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ തീരാതെ ആളുകൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. തല വലുതാകുന്നു, കാല് വലുതാകുന്നു, അവയവങ്ങളൊക്കെ വലുതാകുന്നു. അവരുടെ കൃഷി പിന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അവർ അവിടെ പാകി അല്ലെങ്കിൽ അവിടെ അടിച്ച എൻഡോസൾഫാൻ എന്ന് പറയുന്ന കെമിക്കൽ അത് വലിയ ഹാനികരമാണ് എന്നാണ് ആ പ്രശ്നത്തിന്റെ ചുരുക്കം. അപ്പൊ ഇദ്ദേഹം പിന്നെ ആളുകളുടെ മുന്നിൽ ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ട് പറയാണ്, എൻഡോസൾഫാൻ ശരിക്കും അത്ര പ്രശ്നമുള്ള സംഗതിയൊന്നുമല്ല. കാരണം സയന്റിഫിക്കായി ശാസ്ത്രീയമായി പഠിച്ചാൽ ആളുകളുടെ വികാരമല്ല അവിടെ പരിഗണിക്കേണ്ടത്, മറിച്ച് ശാസ്ത്രീയമായി പഠിച്ചാൽ ഇത് ആളുകൾക്ക് ഇങ്ങനൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം വലിയ പിന്നെ കാരണമുള്ള വിഷമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ശാസ്ത്രത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം എന്ന് അയാൾ പറയുന്നതെന്ന് കേട്ടു നോക്കൂ. പ്രധാന അർത്ഥം എന്താണ്? സയൻസിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെളിവിനോടുള്ള അഗാധമായ സ്നേഹമാണ്. ആ ഒരു റിവിയറൻസിന്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതിന് പ്രധാന കാര്യം ഞാൻ എൻഡോസൾഫാന്റെ കാര്യം. അപ്പോൾ എൻഡോസൾഫാന്റെ മുഴുവൻ കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാകാനായിട്ടുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഞാൻ എൻഡോസൾഫാൻ വിരുദ്ധ റാലികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അതാണ് എൻഡോസൾഫാൻ വിരുദ്ധ റാലികൾക്കൊക്കെ പണ്ട് ഞാൻ പങ്കെടുത്തിരുന്നു. കാരണം അതിന്റെ വികാരം ഉൾക്കൊണ്ടിട്ട് അവിടുത്തെ കുട്ടികളുടെ ചിത്രമൊക്കെ കണ്ടപ്പോൾ അത് വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്ന് കുറെ പരിപാടിയൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ച് എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ ആ മൂവ്മെന്റ്, അങ്ങനെ നടക്കുന്ന ഒരു മൂവ്മെന്റ് അവർ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് തിരുത്തിയെന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ശാസ്ത്രത്തോട് അത്രയേറെ കൂറുണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് പറയും ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ ഓരോന്നും എടുത്ത് അത് സ്ത്രീകളുടെ പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ട്. നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പിന് വേണ്ടി നമുക്ക് വേറൊരു വിഷയം എടുക്കാം, ചേലാകർമ്മം. നമുക്കറിയാം മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രകൃതിപരമായി ചെയ്യുന്ന സുന്നത്തുകളുടെ ഭാഗമാണ് ചേലാകർമ്മം നിർവഹിക്കുക എന്നത്.
അപ്പൊ അത് വലിയ മനുഷ്യത്വ വിരോധമായ പ്രവർത്തനമായിട്ട് ഇവർ കൊണ്ടുവരും. ഒരു പിഞ്ചു കുഞ്ഞിന്റെ പിന്നെ ലൈംഗിക ഭാഗത്തിന്റെ അഗ്രം ചെത്തിക്കളയുക, അതെത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, അങ്ങനെയാണ് എങ്ങനെയാണ്, അതിന് പിന്നെ മനുഷ്യത്വ രഹിതമായ പ്രവർത്തനമാണ് എന്നൊക്കെ പറയും. എന്നിട്ട് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ ഒരു മനുഷ്യനെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം നിർവഹിക്കുന്നതിലുള്ള മെച്ചങ്ങളെ കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശാസ്ത്രീയ പഠനങ്ങളോട് ഇദ്ദേഹം നടത്തുന്ന ഒരു പ്രതികരണം ഒന്ന് കേട്ടു. ഈ ഒരു സാമൂഹ്യ തിന്മയ്ക്കും കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതയ്ക്കും എതിരെ സമൂഹം പടപൊരുക്കുമ്പോൾ ഇതിന് അനുകൂലമായ പഠനങ്ങളൊക്കെ ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് പരസ്യ പ്രചരണം നടത്തുന്നവരെ എന്താ വിളിക്കേണ്ടത്? എന്ത് ദ്രോഹമാണ് അവർ ഈ സമൂഹത്തിൽ ചെയ്തത്? അടുത്ത ഒരു വലിയൊരു നേതാവ് ഇങ്ങനെ പറയുന്നിട്ട് ഒരു ശാസ്ത്ര നേതാവ് പറയുന്നത് ഫീമെയിൽ സർക്കംസിഷൻ ഭയങ്കര പ്രശ്നമാണ്, പക്ഷെ ആൺകുട്ടികളുടെ കുഴപ്പമില്ല, അതിന് പഠനമുണ്ട്, പഠനം ഒപ്പിക്കാനാണോ പാട് കേട്ടോ. പുരുഷന്മാരുടെ ചേലാകർമ്മം നിർവഹിക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, മനുഷ്യത്വ രഹിതമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുടെ ഈ ന്യായങ്ങളൊക്കെ പിന്നെ വാദങ്ങളൊക്കെ ന്യായീകരിക്കാൻ ഈ ശാസ്ത്രത്തിന്റെ പഠനം കിട്ടാനാണോ ഇപ്പൊ ഇത്ര പണിയുന്ന? അപ്പൊ നോക്കൂ, ഇവർക്ക് എന്തിനോടാണ് യഥാർത്ഥത്തിൽ കൂറുള്ളത്? ഇവർക്ക് ശാസ്ത്രത്തോടും കൂറിയില്ല, മനുഷ്യരോടും കൂറിയില്ല, ബന്ധങ്ങളോടും കൂറില്ല എന്നതാണ് ശരി. അവർക്ക് അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ മതത്തോടുള്ള വെറുപ്പാണ്. മതത്തോടുള്ള വെറുപ്പും മതം അനുസരിച്ച് ജീവിക്കുന്നവരോടുള്ള വെറുപ്പും അവർ പ്രകടിപ്പിക്കുന്നത് ഇത് ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കൂ സുഹൃത്തുക്കളെ. നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണല്ലോ, മുസ്ലിം സമുദായമാണല്ലോ. നമ്മുടെ മുൻഗാമികളുടെ ഏറ്റവും മഹത്തായ ഒരു ചരിത്രമുണ്ട് ഇവിടെ. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ആർക്കും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടുന്ന വിവരങ്ങളാണ്. ലോകത്ത് ഈ പറയുന്ന യൂറോപ്പിലെ വൈജ്ഞാനികതയും സാംസ്കാരികതയും ഒക്കെ ഉറങ്ങിക്കെടുക്കുന്ന ഒരു സമയം, അബ്ബാസിയ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പിന്നെ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ള ശാസ്ത്രീയ മുന്നോട്ട് പോക്കിനെ പിന്നീട് ഒരു കാലത്തും അത്ര തന്നെ എത്തിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അന്ന് യൂറോപ്പ് ഉറങ്ങാണ്. ഇന്ന് നമ്മൾ പറയുന്ന പുരോഗമനത്തിന്റെ മേച്ചിൽപ്പുറം എന്ന് ഇവർ വാദിക്കുന്ന യൂറോപ്പ് അന്ന് ഉറങ്ങാണ്. ഗ്രനഡയിലൂടെയും സ്പാനിലൂടെയും മുസ്ലിമീങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയതിന്റെ ശേഷം മാത്രമാണ് യൂറോപ്പ് വെളിച്ചം കണ്ടു തുടങ്ങിയത്. ഇസ്ലാമിക ലോകത്ത് അന്ന് നടത്തിയ പരീക്ഷണശാലകളിലെ സംഗതികൾ വെറും ഒരു കളിക്കോപ്പാണ് എന്ന് വിചാരിച്ച അധപതനത്തിന്റെ കാലഘട്ടം യൂറോപ്പിന് കടന്നുപോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അത് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് അൽഗോരിതം എന്ന് പറയുന്നതാണല്ലോ. ഈ അൽഗോരിതം എന്ന് പറയുന്ന ശാസ്ത്രീയമായ പിന്നെ ഓരോരോ സംവിധാനത്തിന്റെ കണ്ടുപിടുത്തത്തിനും അത് രൂപീകരിക്കുന്നതിന്റെയും പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതൊരു അറബി പേരുള്ള മുസ്ലിം വ്യക്തിയാണ്. ഇങ്ങനെ തുടങ്ങി ലോകത്തിന്റെ മുന്നിൽ മുസ്ലിമീങ്ങൾ ആയിക്കൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പണം ചെലവഴിച്ച് നടത്തിയ പിന്നെ റിസർച്ചുകളുടെ ഗവേഷണങ്ങളുടെ ഫലമായി ലോകത്ത് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളെ കുറിച്ച് പഠിക്കുക, അതൊരു ഭാഗത്ത് അക്കമിടുക, എന്നിട്ട് സ്വന്തത്തോട് ചോദിക്കുക, ഇസ്ലാമും മുസ്ലിമും ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും ശാസ്ത്രത്തിനെതിരായി പ്രവർത്തിച്ചിട്ടില്ല. മാത്രമല്ല, ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഗവേഷണങ്ങൾ നടത്തുന്നതിന് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സമ്പത്ത് ചെലവഴിച്ച മഹനീയമായ ഒരു ചരിത്രത്തിന്റെ പിൻഗാമികൾ കൂടെയാണ് നമ്മൾ. അങ്ങനത്തെ നമ്മളോട് പറയാണ് ഇസ്ലാമിന്റെ മാനവിക മൂല്യങ്ങൾ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളൊക്കെ ശാസ്ത്രത്തിനെതിരാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഇതാണ് അവരുടെ ശാസ്ത്രത്തോടുള്ള കൂറും അവർ പറയുന്നതിന്റെ സത്യസന്ധതയും. പിന്നൊന്നെന്താ പറയാ, വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ്. ഇസ്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ്. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് പറ്റില്ല. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് കൃത്യമായി പിന്നെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളാണ് പറയാ വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിനുശേഷം എന്തും വരാൻ പാടുള്ളൂ. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആദരവ് കൊടുക്കണം, റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ചിന്തിപ്പിക്കും, കണ്ടോ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങളെ ഇതാ പിന്നെ ഒരു ചാക്കിനുള്ളിലിട്ട് മൂടിയതാണ് എന്ന് നമ്മൾ കുട്ടികളോട് പറയും. രാത്രി നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല, അത് ഇസ്ലാം വിലക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഭീമാകാരമായി അവതരിപ്പിച്ച് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് ചിന്തിപ്പിക്കുകയാണ്. എന്ത് ഇതൊക്കെ പിന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരായി എന്തോ ആണ് ഇവിടെ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് തെരഞ്ഞെടുക്കാം. നമ്മൾ ഇസ്ലാമാണ് ശരി എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോയ്സ് ഇല്ല. അതുവരെ ചോയ്സ് ഉണ്ട്.
അല്ലേ? പിന്നെ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 2 മാർഗവും കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഹിദായത്ത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട് കടന്നു വന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് മുസ്ലിങ്ങളായി ജീവിക്കാം. അല്ലല്ല, നിങ്ങൾക്ക് ധിക്കാരം കാണിക്കാനാണോ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കാനാണോ നിങ്ങളുടെ പുറപ്പാട് എങ്കിൽ പരലോകത്ത് നിങ്ങൾ അത് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ നമ്മൾ ചൂസ് ചെയ്യാണ്. അത് നമ്മുടെ ആത്മാഭിമാനത്തോടു കൂടെ എടുക്കുന്ന നമ്മുടെ ഐഡന്റിറ്റിയാണ്. എന്നാൽ ഇവര് നോക്കൂ, ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലൂടെ വളരെ ഫേമസ് ആയ ഒരു യൂട്യൂബർ ഉണ്ട്. അയാള് ഒരു കൊച്ചാക്കാണ്. അയാള് പിന്നെ നോക്കൂ, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വന്ന് തോളിൽ കൈയിട്ട് ആളാകാൻ നോക്കിയത് അവിടേക്ക് സമയമില്ല. നൈസായത് ഒഴിഞ്ഞു മാറി സംഭവം വൈറലായി. സെക്കൻഡ് ചെറുതായെന്ന് മാറി. അനുവാദമില്ലാതെ തോളിൽ കൈയിടാൻ ശ്രമിച്ചവനെ നടി ജയിക്കാൻ കൂടി നിരസിച്ചപ്പോൾ സെക്കൻഡ് വീണ്ടും മാറി, വീണ്ടും വൈറലായി. ഷാരൂഖ് എടുത്തുയർത്തിയപ്പോൾ റിനി ടോമി പരാതിയൊന്നും പറഞ്ഞില്ല എന്ന് വെച്ച് ഈ ലോകത്തിൽ ആർക്കും റിനി എടുത്തുയർത്താമെന്നും ആരെക്കുറിച്ചും പരാതി പറയാൻ പറ്റില്ല എന്നും അർത്ഥമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു നടി, ഒരു ഫേമസ് ആയ നടി, അവരിങ്ങനെ ഒരു സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ പിന്നെ അവരുടെ തോളത്ത് ഇങ്ങനെ കൈയിടാൻ വന്നപ്പോൾ ഇങ്ങനെ തട്ടി മാറ്റി. അപ്പോൾ ദേഹത്തെ അതിന്റെ അനുവാദം ഇല്ല, ദേഹത്ത് തൊടാൻ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ തട്ടി മാറ്റി. അപ്പൊ ആ തട്ടി മാറ്റിയതിനെ കുറിച്ച് പറയാൻ അത് വളരെ ധീരമായ നിലപാടാണ്. അതെന്താ, എന്നെ ഒരാൾ സ്പർശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാ, എന്ന് മാറി നിൽക്കുക, അതൊക്കെ ഒരു സ്ത്രീ ചെയ്യേണ്ട വളരെ ബോൾഡായ നിലപാടാണ് എന്നൊക്കെയാണ് അതെങ്ങനെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വേറൊരു അനുഭവം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, അദ്ദേഹം പറയാണ്, അദ്ദേഹം മലേഷ്യയിൽ അവിടെ ഒരു യാത്രക്ക് പോയപ്പോൾ അവിടെ ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു സദസ്സാണ്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കൈ കൊടുത്തു വന്നപ്പോൾ ആ കുട്ടിക്ക് കൈ നീട്ടി. അപ്പൊ ഈ കുട്ടി കൈ കൊടുത്തില്ല. അപ്പൊ ഇദ്ദേഹം പറയാണ്, കണ്ടോ, എന്റെ വ്യക്തിത്വത്തെ തന്നെ ഹനിച്ചു, വളരെ നീചം പ്രവൃത്തിയാണ് ഇസ്ലാമാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇതുവരെ ഇരട്ടത്താപ്പ് നോക്കി നിങ്ങൾ. ഒരു നടി അത് എന്റെ ദേഹത്ത് സ്പർശിക്കുന്നത്, ഒരു പുരുഷനെ അല്ലെങ്കിൽ മറ്റൊരാൾ എന്റെ ദേഹത്ത് സ്പർശിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് മാറി നിന്നപ്പോൾ പുരോഗമനം. എന്നാൽ ഒരു മുസ്ലിം പെൺകുട്ടി ഞാൻ കൈ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നിടത്ത് എന്റെ ധാർമ്മിക നിലവാരം എന്നെ എത്തിക്കുന്നത്, എന്നെ പഠിപ്പിക്കുന്നത് കൈ കൊടുക്കരുത് എന്നാണ് എന്ന് മനസ്സിലാക്കി പിന്നോട്ട് വെച്ചാൽ അത് പിന്തിരിപ്പൻ നിലപാട്. അത് കൂടെ നിൽക്കുന്ന ആളുകളുടെ വ്യക്തിത്വത്തെ തന്നെ ഹനിക്കുന്ന മ്ലേച്ഛകരമായ കർമ്മം. ഇതാണ് ഇവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവരുടെ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന വളരെ എന്താ പറയാ ഫേക്ക് നമ്മൾ പറയാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ നിലപാടില്ലാതിരിക്കുന്നതിന്റെ അവസ്ഥ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ നിർണ്ണയിക്കുന്നത് ആരാണ്? ഇസ്ലാമാണ്, മതമാണ് എന്നതാണ് ഇതിന്റെ കണക്ക്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഇതിന്റെ പൊള്ളത്തെ നമുക്ക് അവസാനിപ്പിക്കാം. എന്താ, മതം ഭയങ്കര കലാപമാണ് എന്നാണ് ഇവർ പറയാം. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, കണ്ടോ, അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം രാഷ്ട്രമാണ്, അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇറാഖിൽ നോക്കൂ, മുസ്ലിം രാഷ്ട്രമാണ്, ഭയങ്കര പ്രശ്നമാണ്. മതമാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, എല്ലാ യുദ്ധങ്ങളും നടന്നത് മതത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് മതം എവിടെയുണ്ടോ അവിടെയൊക്കെ കലാപങ്ങൾ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് അവരെടുക്കുന്ന കണക്കും യുദ്ധത്തിന്റെ കണക്കും ഒക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ചില സംഭവവികാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ശരിയാണ്, മതമുള്ളിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, മതം കലാപം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് തോന്നാം. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കും, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നവൻ ആരാണ് എന്ന് ആർക്കും കിട്ടാവുന്ന ഡാറ്റയാണ് ഈ ലോകത്ത്. ഈ ദുനിയാവിൽ ഡാറ്റ കിട്ടാൻ പ്രത്യേകിച്ച് ഒരു 21-ാം നൂറ്റാണ്ടിൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ആർക്കും കിട്ടുന്ന ഡാറ്റയാണ്. മാവോ എന്ന് പറയുന്ന, അവരെ പിന്തുടർന്ന് വരുന്നവരാണ് നമ്മൾ മാവോയിസ്റ്റ് എന്നൊക്കെ പറയാറുള്ളത്. മാവോ എന്ന് പറയുന്ന മനുഷ്യനാണ്, വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപാതകത്തിനിരയാക്കിയിട്ടുള്ളത്. നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കും, അദ്ദേഹത്തിന്റെ മതം ഏതാണ്? അദ്ദേഹം ഈ ജനങ്ങളെയൊക്കെ കോടിക്കണക്കിന് മനുഷ്യരെ അദ്ദേഹം കൊന്നത് ഏതെങ്കിലും ഒരു മതാദർശത്തിന്റെ പിൻബലത്തിലോ അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ടുമാണോ എന്ന് നമ്മൾ പരിശോധിക്കുകയല്ല. മതം വേണ്ട എന്ന് പറയാൻ, മതം ഉപേക്ഷിക്കൂ എന്ന് പറയാൻ, ആ കാഴ്ചപ്പാടും ചിന്താഗതിയും പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് കോടിക്കണക്കിന് മനുഷ്യന്മാരെ അവർ കൊന്നത്. എന്നിട്ട് മതം പ്രശ്നമാണ്, മതമാണ് ഇവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയത്, കലാപം മുഴുവൻ മതമാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നവർ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വധിക്കപ്പെട്ട യുദ്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ 2ാം ലോക മഹായുദ്ധമാണ്. 2ാം ലോക മഹായുദ്ധം ഏതെങ്കിലും ഒരു മതരാഷ്ട്രത്തിന്റെ പേരിലോ മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാരണത്താലോ നടന്ന യുദ്ധമേ അല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട, കോടിക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങളും മൂവ്മെന്റുകളും പരിശോധിച്ചിങ്ങനെ വന്നാൽ ആദ്യത്തെ 20 സ്ഥാനത്ത് പോലും വേണ്ട 10 സ്ഥാനത്ത് എന്തായാലും മതവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ മൂവ്മെന്റുകളും ഇല്ല. ഇനി ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ 775, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടെ പരിഗണിച്ചാൽ 1075 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത്.
പ്രവാചകൻ നടത്തിയ മുഴുവൻ സൈനിക നീക്കങ്ങളിലൂടെയും കൊല്ലപ്പെട്ട എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ കണക്കെടുത്താൽ 1075 പേരെ മാത്രമേ അങ്ങനെ ഇസ്ലാമിന്റെ വ്യാപനത്തിന് അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ പങ്കെടുത്തതും അല്ലാത്തതുമായ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുള്ളൂ. അവിടെയാണ് മില്യൺ കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നവരെ കുറിച്ച് പറയാത്ത കാര്യം മതത്തിന്റെ പേരിൽ എടുത്തു വെച്ചുകൊണ്ട് മതത്തെ നമ്മൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഇനി മടങ്ങി വരാം. ഇതൊക്കെ നോക്കൂ, ഇങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങൾക്ക് ഭയങ്കരമായ പരിമിതി ഉണ്ട്. അതെന്താ? നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരെന്ന നിലക്ക് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ പറ്റ ദുർബലരായ ഒരു ജനവിഭാഗമാണ്. കോവിഡ് കാലം വന്നപ്പോ നമ്മൾ മാത്രമേ മാസ്ക് ഇട്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ കൂടെ സഹജീവികളായി എത്രങ്ങാനും മൃഗങ്ങളുണ്ട്. അവരൊന്നും അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പകർച്ചവ്യാധിയെ പേടിച്ച് ഒരു മാസ്ക് ഇട്ട് നടക്കേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല. അത്ര ദുർബലരാണ്. നമ്മുടെ ശരീരത്തെ പോലും മറ്റുള്ളവരിൽ നിന്ന് പകരുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോലും കഴിയാത്ത വിധം ദുർബലരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അത്ര ദുർബലരാണ്. ആ ദൗർബല്യമുള്ള നമ്മുടെ മറ്റൊരു ദൗർബല്യമാണ് നമ്മുടെ അറിവിനും കഴിവിനും ഒക്കെ ദൗർബല്യമുണ്ട്. നമുക്ക് ഇന്നത്തെ കാര്യം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അപഗ്രഥിക്കാൻ പറ്റുള്ളൂ. നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത വിഭാഗം ആളുകളാണ് നമ്മൾ. ഇങ്ങനെയൊക്കെ പരിമിതികളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെക്കുന്ന നിയമങ്ങൾക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾക്കും പ്രശ്നം ഉണ്ടാകും. നോക്കൂ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ജനസംഖ്യ കുറക്കണം എന്ന വാദം. അല്ലെ, നമ്മുടെ രാജ്യമടക്കം അത് ടേക്കപ്പ് ചെയ്തു. അത് വലിയ നമ്മുടെ നികുതി പണത്തിന്റെ വലിയൊരു ഓഹരി അങ്ങനെ കൊടുത്ത് ആളുകൾ കൊണ്ട് അങ്ങനെ പഠിപ്പിച്ചു. എന്താണ്? ജനസംഖ്യ പെരുപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ജനസംഖ്യ കുറക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഒരു ഘട്ടത്തിൽ നാം നമുക്ക് രണ്ട് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നു. പിന്നീട് നാം ഒന്ന് നമുക്കൊന്ന് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നു. ഇവിടുത്തെ വിഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് ജനസംഖ്യ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രസവം കുറക്കൂ. ആളുകളെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനെ നന്നായി നിയന്ത്രിക്കണം എന്നത് ഒരു വലിയ മുദ്രാവാക്യമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരുന്ന കാര്യമാണ്. ഇപ്പൊ എന്താണ് അതിന്റെ പരിണിത ഫലം? റഷ്യയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ്. ഇന്ന് റഷ്യയിൽ പുതിയൊരു മന്ത്രാലയത്തിന് തന്നെ തുടക്കം കുറിക്കാൻ. എന്താണെന്നറിയോ? സെക്സ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രാലയത്തിന് തന്നെ തുടക്കം കുറിക്കാൻ പോകും. എന്താ? അവരിങ്ങനെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുടിൻ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്ര തലവൻ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ കുട്ടികളെ കൂടുതൽ ജനിപ്പിക്കൂ. കാരണം ഡിപ്പെൻഡീവ് പോപ്പുലേഷൻ ആണ് ഇപ്പൊ അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ. വാർദ്ധക്യത്തിലുള്ളവരും ചെറിയ കുട്ടികളുമാണ് കൂടുതൽ. സക്രിയമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന യുവാക്കളുടെ എണ്ണം ആ രാജ്യത്ത് നന്നായി കുറഞ്ഞു. അതിന്റെ പ്രശ്നങ്ങൾ രാജ്യം ഒട്ടാകെ ബാധിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞ് ഇപ്പൊ എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജോലിക്കിടയിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഭാര്യയുമായി പോയി ബന്ധത്തിൽ ഏർപ്പെട്ടു വരൂ. അങ്ങനെ നിങ്ങൾ റഷ്യയുടെ ബർത്ത് റേറ്റ്, അവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ട പണിയെടുക്കൂ എന്ന്. അങ്ങനെ എടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാവിധത്തിലുമുള്ള ഗവൺമെന്റ് സപ്പോർട്ടുകളും അവർ പ്രഖ്യാപിക്കണം. ഇവിടെയാണ് നമ്മളൊരു 10 വർഷത്തേക്ക് മുന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മിമ്പറുകളിൽ നിന്നൊക്കെ ഓതിക്കേട്ടൊരു ആയത്തുണ്ടായിരുന്നു. എന്താ? നിങ്ങൾ എന്താക്കരുത്, നിങ്ങളെ കുട്ടികളെ കൊല്ലരുത്. ഖശിയത്ത് ഇംലാഖ്. ഇവിടുത്തെ വിഭവങ്ങളുടെ ലഭ്യതക്കുറവിനെ ഭയന്ന്, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് എന്ന് മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചവർ, അന്ന് ഇസ്ലാമിന്റെ ധാർമ്മിക പാഠം ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ, അവരോട് ഈ പറഞ്ഞ ആളുകളൊക്കെ അവർ അന്ന് മുദ്ര കുത്തിയത് അവരൊക്കെ പിന്നോട്ട് വലിക്കുന്ന ആളുകളാണ്, ലോകം തിരിയാത്തവരാണ്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്തി കിട്ടാത്തവരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടേയിരുന്നതെങ്കിൽ ഇന്ന് ലോകം തന്നെ യൂട്ടേൺ അടിക്കാണ്. ലോകത്ത് എല്ലാവരും നടത്തുന്ന ചർച്ചകളും നടത്തുന്ന അഭിസംബോധനകളൊക്കെ എന്താണ്? കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കൂ എന്ന് പറയുന്നിടത്തേക്ക് തിരിഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യരായ നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്ന നിയമങ്ങൾക്കും ധാർമ്മികതക്കും അതിർവരമ്പുകൾക്കും ഒക്കെ ഈ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടാകും. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഖാലിക്കും മാലിക്കും മുദബ്ബിറുമായ ആലിമുൽ ഗൈബി വശഹാദ, ഇന്നലെ നടന്നതും നാളെ നടക്കുന്നതുമായ കാര്യങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന റബ്ബിന്റെ നിയമങ്ങൾ, അത് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും നിലനിൽപ്പിനും അവരുടെ മുന്നോട്ട് പോക്കിനും ആരോഗ്യകരമായിരിക്കും എന്നതിൽ നമുക്കൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അതിങ്ങനെ ബോധ്യപ്പെടുന്ന ചില നിമിഷങ്ങളാണ്. എപ്പോഴും നമ്മൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ടല്ലോ, അതെന്താ? 21-ാം നൂറ്റാണ്ടായി, ഇനി മതത്തിന്റെ ആവശ്യമില്ല എന്ന് പറയും. അല്ലെ, ഈ പറച്ചിൽ നമ്മൾ ചോദിക്കല്ലോ, ഈ ലോകം ഇത്രയും പുരോഗമിച്ച്, ടെക്നോളജി ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ എന്തിനാണ് മതം എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ഒറ്റ വാചകത്തിൽ മറുപടി പറയാനുള്ളത്, എന്തിനാണ് മതം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കെല്ലാ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലും, നിങ്ങൾക്കെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും, ആ സുഖ സൗകര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നിങ്ങൾ നോക്കണമെന്ന് പറയാൻ മതത്തിനെ കഴിയും, മതമേ അത് പറഞ്ഞിട്ടുള്ളൂ.
ഇത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. കോഴിക്കോട് വെച്ച് ഈ അടുത്ത് നടന്ന മതം വേണ്ട എന്ന് പറയുന്ന, മതം പുരോഗമനമല്ല എന്ന് പ്രസംഗിക്കുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്നപ്പോൾ അതിലൊരു വിദ്വാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാണ്, നമ്മൾ ഗ്രാമത്തിൽ ഗ്രാമം വാർഡ് തുടങ്ങി എല്ലാ സ്ഥലത്തും വൃദ്ധസദനങ്ങൾ വ്യാപകമാക്കണം. എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും ഒക്കെ വാർദ്ധക്യകാലം ഏറ്റവും നന്നായി കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുട്ടികളൊന്നും നമ്മൾ നോക്കാൻ വരൂല, അതുകൊണ്ട് നമുക്ക് വൃദ്ധസദനങ്ങൾ കുറെ ഉണ്ടാക്കണമെന്ന് ആഹ്വാനം നടത്തുകയാണ്. എന്താണ് അത് ഉണ്ടായെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് നിങ്ങളെ ജനിപ്പിച്ച, നിങ്ങൾക്ക് ജന്മം തന്ന ഉമ്മയോടും ഉപ്പയോടും ബാധ്യതയുണ്ട് എന്ന് പറയാൻ. അതുപോലെ തന്നെ വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സ്വഗീറ, നിങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണമെന്ന് ഉമ്മയോടും ഉപ്പയോടുമുള്ള ബാധ്യതയെ കുറിച്ച് പറയാൻ മതത്തിനെ സാധിക്കൂ. അത് മതം മാത്രമേ കൈകാര്യം ചെയ്തിട്ടു. അതാണ് ധാർമ്മികതയെ നിർവചിക്കാനും ധാർമ്മികതയെ പഠിപ്പിക്കുവാനും അതെല്ലാ കാലത്തിനും മതത്തിനെ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വൈജ്ഞാനികമായ മുന്നോട്ട് പോക്ക് ഒരാളെ കൊല്ലാനും ഇല്ലാതാക്കാനും ആകരുത് എന്ന് പറയാൻ മതത്തിനെ കഴിയൂ. ആ ധാർമ്മികതയ്ക്ക് കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മതധാർമ്മികത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്നതല്ല, ഏതെങ്കിലും വ്യക്തികൾ ആലോചിച്ചുണ്ടാക്കുന്ന നിയമങ്ങളല്ല, മറിച്ച് അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങളാണ്. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികവും അതുപോലെ തന്നെ മനുഷ്യരെ സംബന്ധിക്കുന്നതുമായ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവികമാണ് എന്ന് നമുക്ക് ഉള്ളിൽ തട്ടി പറയാവുന്ന അടയാളങ്ങൾ ബാക്കി വെച്ചാണ് ആ പഠനം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടെ ഇസ്ലാം അവസാനിച്ചു എന്ന് ഉദ്ഘോഷിക്കാൻ ഇവർ ചെയ്യാം. ഇസ്ലാം അവസാനിച്ചു, കാലഘട്ടമൊക്കെ മാറി, ടെക്നോളജി വന്നു, ഇന്നിപ്പോ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കാണാൻ തുടങ്ങി. ഇസ്ലാം അവസാനിച്ചു. യഥാർത്ഥത്തിൽ ഇത് എപ്പോൾ അവസാനിക്കാൻ തുടങ്ങിയാന്നറിയോ? നമ്മൾ ബദർ യുദ്ധം മുതൽ അവസാനിക്കാൻ തുടങ്ങിയതാണ്. ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ആ പോകുന്ന കൂട്ടർ മക്കയിലെ മുശ്രിക്കുകൾ കൂടെ പറഞ്ഞത് എന്താണ്? ഇതോടുകൂടെ മുഹമ്മദിന്റെയും സംഘത്തിന്റെയും ഇസ്ലാമിന്റെയും കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ബദറിലേക്ക് അവർ പോയത്. അവിടെ കഴിഞ്ഞിട്ടില്ല. ഉഹദിൽ ഇസ്ലാമിന് കുറച്ചൊക്കെ പ്രയാസം നേരിട്ട്, ഇസ്ലാമിക സൈന്യത്തിന് ചെറിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ അവിടെയും അവർ ഉറക്കെ പറഞ്ഞിരുന്ന സംഗതി ഇതോടുകൂടെ ഇസ്ലാം അവസാനിച്ചു എന്നാണ്. അതോടുകൂടെയും ഇസ്ലാം അവസാനിച്ചിട്ടില്ല. പിന്നീട് ഇസ്ലാമിക ഭരണകൂടം മാറി മാറി വന്നപ്പോൾ താർത്താരികൾ വന്നു, കുരിശുയുദ്ധം ഉണ്ടായി. കുരിശുയുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ കേട്ടു, കുരിശുയുദ്ധം ഉണ്ടായി, ഇതോടുകൂടെ ഇസ്ലാം തീർന്നു എന്ന് പറഞ്ഞു. അവിടെയും തീർന്നിട്ടില്ല. ഒരു ശാസ്ത്രത്തിന്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, കണ്ടോ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി, ഇനി ഇസ്ലാമില്ല, ഇസ്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു. ശാസ്ത്രം അതിന്റെ മുന്നോട്ട് ഗമനം വീണ്ടും തുടർന്നു. ഇസ്ലാം അവിടെയും അവസാനിച്ചിട്ടില്ല. ഇപ്പൊ പറയാണ് സോഷ്യൽ മീഡിയയുടെ വ്യാപനം വന്നതോടുകൂടെ ഇസ്ലാം അവസാനിക്കാൻ പോകാണ്. ഇസ്ലാം ഇവിടെയും അവസാനിക്കുകയുമില്ല. താർത്താരികളുടെ അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകളുടെ വാദങ്ങളുടെയും അവരുടെ പ്രത്യാക്രമണങ്ങളെയും നേരിട്ടുകൊണ്ട് ഈ ആദർശം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ കാലത്ത് ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ ആദർശം മുന്നോട്ട് പോകും. കാരണം ഇത് ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും വ്യക്തികളുടെ മനസ്സിൽ ആലോചിച്ചുണ്ടാക്കിയ ആശയമല്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൽ നിന്നുള്ളതാണ് എന്നൊരു ആത്മാഭിമാന ബോധമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്നറിയോ? ദീനിന്റെ ഏതെങ്കിലുമൊക്കെ ചില ഭാഗങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഇന്ന് ജുമാ ഖുത്ബയിൽ നമ്മൾ കേട്ട ബഹുമാനനായ PN അബ്ദുൽ ലത്തീഫ് മദനി നമ്മൾ ഓതി കേൾപ്പിച്ച ഒരു ആയത്തുണ്ടല്ലോ, വമിനൻ നാസി യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ഓരോരത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ഇബാദത്തുകളെ കാണുന്ന ചിലരുണ്ട്. അവർക്ക് സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ, ഖൈർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അവരുടെ മനസ്സ് ശാന്തമായി അവർക്ക് മുസ്ലിങ്ങളാണ് എന്ന് പറയും. എന്നാൽ ഏതെങ്കിലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലോ ഇൻഖലബ അലാ വജ്ഹിഹി, അവർ പിന്തിരിഞ്ഞ് കളയും. അവരെ പോലെ ആയി നമ്മൾ മാറാൻ പാടില്ല. ദീനിന്റെ ചിലതൊക്കെ നമ്മൾ എടുക്കും, ചിലതൊക്കെ നമ്മളുടെ പുരോഗമന കാഴ്ചപ്പാടിൽ നിന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം നമ്മൾ എടുക്കും എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി നമ്മൾ എന്തുകൊണ്ട് വസ്ത്രം ധരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ എന്റെ വസ്ത്രം, എന്റെ താടി അതിന്റെ അടയാളമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകണം. എന്റെ വസ്ത്രം അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂടുപടം ഞാൻ ഇടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്ന എന്റെ നിലപാടാണ് എന്നതിൽ ആത്മാഭിമാന ബോധം നമുക്കുണ്ടാകണം. ഖുർആൻ പറഞ്ഞതുപോലെ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്. ലോകത്തുള്ള എല്ലാ ജീവജാലുക്കളും ജീവനില്ലാത്തതായ സൃഷ്ടികളും ആരുടെ മുന്നിലാണോ സുജൂദ് ചെയ്യുന്നത് അവന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഷഹാദത്ത് അംഗീകരിച്ച ഒരു മുസ്ലിം
എന്ന നിലക്ക് എൻ്റെ ജീവിതത്തിന്റെ നിലപാടാണ് ഏതെന്ന് പറയാൻ, അങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ട് ദീന് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കണം. അവിടെ നമ്മളൊരു ആത്മാർത്ഥമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ആരെന്തൊക്കെ ജ്വൽപ്പനങ്ങൾ ഉണ്ടാക്കിയാലും ആ ജ്വൽപ്പനങ്ങളെയൊക്കെ നേരിന്റെയും യഥാർത്ഥ മാർഗത്തിന്റെയും മുന്നിലൂടെ നേരിട്ടുകൊണ്ട് ഈ ആദർശം മുന്നോട്ട് പോകും. ആ ആദർശത്തിന്റെ വക്താക്കളായി നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ, അടിയുറച്ച വിശ്വാസത്തിന്റെ വക്താക്കളായി മുന്നോട്ട് പോകുന്നതിൽ നമുക്കൊരു ചാഞ്ചല്യം ഉണ്ടാകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഒരു 9 മണിക്കോ 10 മണിക്കൊക്കെ തുടങ്ങി അതങ്ങനെ അനന്തമായി നീട്ടി 12 മണിക്കൊക്കെ അവസാനിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടാകാറുള്ളത്. നമ്മൾ പിന്നെ കുറച്ചുകൂടെ സമയബന്ധിതമായി കാര്യങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് തുടക്ക ദിവസമാണ്. നേരത്തെ ശിയാബെടുക്കർ സൂചിപ്പിച്ചതുപോലെ ഇതിനെ തടയിടാൻ ശ്രമിച്ചവർ, ഇവിടേക്ക് വരരുത്, കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞവർ ഇന്നിപ്പോ ദൂരെ ദിക്കിലിരുന്ന് ഇന്നത്തെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ദീനിന് നിരക്കാത്ത എന്താണ് നമ്മൾ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വ്യക്തിയെ തെറ്റിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഈ വേദിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആളുകളോട് ചേർന്ന് നിൽക്കാനാണ് പറഞ്ഞത്. മുഴുവൻ മനുഷ്യർക്കും ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് നാളെയും മറ്റന്നാളും സവിസ്തരമായി ഇവിടെ പ്രതിപാദിക്കപ്പെടുക. അതുകൊണ്ട് തെറ്റിദ്ധരിച്ച് നിൽക്കുന്നവരോട് ഒന്നുകൂടെ ആഹ്വാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ വരണം, കേൾക്കണം. ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി പഠന വിധേയമാക്കണം. ഈ കൊച്ചു സംഘത്തിന്റെ കൂടെ നന്മയും ഹൈറും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ശക്തിയോടുകൂടെ ഇവിടെ നിന്ന്, ധീരതയോടുകൂടെ ഇവിടെ നിന്ന് എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകാനുള്ള മാനസികമായ ധൈര്യത്തെ പിന്നെ ആർജിച്ചെടുത്തുകൊണ്ട് ഈ സംഗമത്തിന്റെ കൂടെ ഉണ്ടാകണമെന്നുകൂടെ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായി ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനും തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അടിയുറച്ച വിശ്വാസികളായി തന്നെ ഈമാനികമായ ദൃഢതയോടുകൂടെ തന്നെ മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീൽ മുസ്ലിമീന ഫി കുല്ലി മകാൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി തലമുറകളെ നശിപ്പിക്കുന്ന ആധുനിക സ്വതന്ത്ര ലിബറൽ വാദങ്ങൾക്കെതിരെ പ്രൗഢമായി സംസാരം നിർവഹിച്ച ബഹുമാന്യ പണ്ഡിതൻ സഫ്വാൻ ബറാമി അൽ ഹിക്മയ്ക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തൗഹീദ് ഐക്യത്തിന് മോക്ഷത്തിന് എന്ന പ്രൗഢമായ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് ബഹുമാന്യനായ ഒ പി സിറാജ് മാസ്റ്ററെ ഹൃദയപുരസ്സരം ക്ഷണിക്കുന്നു.